കൊച്ചി മെട്രോ നഗരത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. നിങ്ങൾക്കറിയുന്ന പോലെ ഈ കൊച്ചിയിൽ മെട്രോ ഇന്ന് സർവീസ് നടത്തുന്നുണ്ട്. കുറച്ചൊക്കെ ഈ കൊച്ചിയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ മെട്രോയ്ക്ക് കഴിഞ്ഞേക്കും. പക്ഷേ കൂടുതൽ ആൾക്കാർ മെട്രോയെ ആശ്രയിക്കുന്നില്ല. കൂടുതൽ വിവരങ്ങൾ എന്താണെന്ന് അറിയാൻ ശ്യാംകുമാർ കൂടി ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. ഈ കൊച്ചി എന്ന വ്യാവസായിക നഗരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന്? SKN പണിമുടക്ക് കൊച്ചി നഗരത്തിലും എറണാകുളം ജില്ലയിലും പൂർണ്ണമാണ്. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം KSRTC സ്റ്റാൻഡിലാണ്. വലിയ തിരക്കുള്ള കൊച്ചിയിലെ കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. പക്ഷേ അവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു ബസ്, കോഴിക്കോട്ടേക്കുള്ള ബസ്സായിരുന്നു, അത് തടഞ്ഞിട്ടിരിക്കുകയാണ്. അതിന്റെ ഡ്രൈവർ ഇപ്പോൾ ഈ ബസ്സിലുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഞങ്ങൾ സർവീസ് നടത്താൻ തയ്യാറാണ്. ഇതാ വണ്ടി സ്റ്റാൻഡിന്റെ കവാടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ സമരാനുകൂലികൾ തടഞ്ഞ്, ഞങ്ങൾ സമരത്തിന് അനുകൂലിക്കുന്നവരല്ല, ഞങ്ങൾ KST BMSന്റെ പ്രവർത്തകരാണ്. പോലീസ് പ്രൊട്ടക്ഷൻ തന്നാലും ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ഈ ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു? നിങ്ങൾ ബസ് എടുക്കുന്ന സമയത്ത് 4 പേരുണ്ടായിരുന്നു. അവരിറങ്ങിപ്പോയി. അതെ, ഞാൻ 6:15 കൊണ്ടാണ് ഇന്നലെ രാത്രി വന്നതാണ്. കോഴിക്കോട് പോകുന്ന ബസ്സാണ്. ഞങ്ങൾ രാവിലെ 4 സർവീസുകളാണ് ലോ ഫ്ലോർ AC കോഴിക്കോട് നിന്ന് വരുന്നത്. ഇവിടുന്ന് രാവിലെ 3 മണിക്ക് എടുക്കേണ്ടത് 4 മണിക്ക്, 5 മണിക്ക് 3 എയർപോർട്ട് വഴികളാണ്. പിന്നെ 6:15 എയർപോർട്ട് അല്ലാത്ത രീതിയിൽ. അപ്പോൾ ഞാൻ 6:15 പണ്ട് സർവീസിലെ കണ്ടക്ടറാണ്. അപ്പോൾ ഇവിടെ രാവിലെ നമ്മൾ വന്നു. നമ്മൾ സാധാരണ രീതിയിൽ പിന്നെ റിസർവേഷൻ ചാർട്ട് എടുത്തു. അപ്പോൾ ചാർട്ടിലുള്ള പിന്നെ ആളുകളെ വിളിച്ചു. പിന്നെ സമരാനുകൂലികൾ തടഞ്ഞാണ് വണ്ടി വരാൻ പറ്റില്ല, വിളിച്ചറിയിച്ചു. അപ്പം പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടുകയാണെങ്കിൽ ഇവരുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ കോഴിക്കോട് പോകാന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ വണ്ടിക്ക് 5 മണി സർവീസിന് നെടുമ്പാശ്ശേരിയിൽ 6 പേര് റിസർവേഷൻ ഉണ്ടായിരുന്നു. അവരെ യാത്രയെല്ലാം മുടങ്ങിയതാണ്. SKN ഈ സമരാനുകൂലികൾ വണ്ടി തടഞ്ഞത് മൂലമാണ് ഈ KSRTCയുടെ കോഴിക്കോട് സർവീസ് തടഞ്ഞത്, അതിലെ യാത്രക്കാർ തടസ്സപ്പെട്ടതെന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഈ സമരം ചെയ്യുന്ന യൂണിയനിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ ഈ ബസിന്റെ മുന്നിലുണ്ട്. ചേട്ടാ, ഈ ബസ് തടഞ്ഞത് മൂലം യാത്രക്കാരുടെ യാത്ര തടസ്സപ്പെട്ടു? അത് അടിസ്ഥാനമെടുത്ത ആരോപണമാണ്. നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്നതാണ്. ഇവിടെ ഒരു യാത്രക്കാരെ പോലും യാത്ര തടസ്സം വന്നിട്ടില്ല. യാത്രക്കാരുണ്ടായിരുന്ന സമയത്ത് അവർ സർവീസ് പോകാൻ തുനിഞ്ഞില്ല. 12:45 ഇന്നലെ വന്നപ്പോൾ അത്യാവശ്യം യാത്രക്കാരുണ്ടായിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ പണിമുടക്ക് പോലുള്ള സന്ദർഭങ്ങളിൽ KSRTC ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ രാവിലെ പോകേണ്ട വണ്ടികൾ, ഈ വണ്ടിയിൽ യാത്രക്കാർ ഒരാൾ പോലും ഇല്ലായിരുന്നു. ഇപ്പോഴും നിലവിലും യാത്രക്കാരാണ്. വണ്ടി അവിടെ നിന്ന് എടുത്ത് നമ്മൾ കാര്യം പറഞ്ഞു. അപ്പൊ ഇതിനകത്തുള്ള രാഷ്ട്രീയം അവർ വ്യക്തമായിട്ട് അവരുടെ രാഷ്ട്രീയം അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതാണ് അതിനകത്തുള്ള വസ്തുത. തീർച്ചയായും ഈ സമരം അനുകൂലികൾ ഇവിടെ KSRTC ബസ് സ്റ്റാൻഡിന്റെ മുന്നിലുണ്ട്, പോലീസുകാരുണ്ട്. ഏതായാലും ഈ ബസ് മുന്നോട്ട് വന്നപ്പോൾ തടഞ്ഞു എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. ഇപ്പോൾ നഗരത്തിലാണെങ്കിലും വലിയ തിരക്കില്ല, ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് പോകുന്നത്. ആളുകളല്ലാത്തവരൊക്കെ നടന്നു പോവുകയാണ്. ഇവിടെ പോലീസുകാരുണ്ട്, പോലീസുകാർ ഇവിടെയുണ്ട്. അവരോട് ആവശ്യപ്പെട്ടിരുന്നു, സഹായം തേടിയിട്ട് നൽകിയില്ല എന്നുള്ളതാണ് പറയുന്നത്. SKN.